ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 മാർച്ച് 17 മുതൽ 23 വരെയുള്ള കറണ്ട് അഫയേഴ്സ്. ആദ്യത്തെ ചോദ്യം, 2023 സാഹിത്യത്തിനുള്ള 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ആര്? 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. ഉത്തരം പ്രഭാവർമ്മ. രൗദ്രം സാത്വികം എന്ന കാവ്യസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 15 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 4ാം തവണയാണ് സരസ്വതി സമ്മാൻ മലയാളത്തിന് ലഭിക്കുന്നത്. 1995 ബാലാമണിയമ്മ, 2005 K. അയ്യപ്പ പണിക്കർ, 2012 സുഗതകുമാരി എന്നിവരാണ് പ്രഭാവർമ്മയ്ക്ക് മുമ്പ് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ച മലയാളികൾ. 2022 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരിയാണ് ശിവശങ്കരി. കൃതി സൂര്യവംശം. 2024 ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്ത് എത്തിയ രാജ്യം. ഉത്തരം ഫിൻലൻഡ്. തുടർച്ചയായി 7ാം തവണയും ഫിൻലൻഡാണ് 1ാം സ്ഥാനത്ത്. ഇന്ത്യയുടെ സ്ഥാനം 126. 2024 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. കഴിഞ്ഞ വർഷവും ഇന്ത്യ 126ാം സ്ഥാനത്തായിരുന്നു. ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ, 143ാം സ്ഥാനത്ത്. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള അറബ് രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള അറബ് രാജ്യം. ഉത്തരം കുവൈറ്റ്. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമ. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയുടെ പേര്. ഉത്തരം ഇതുവരെ. 2024 മാർച്ചിൽ മുഖ്യമന്ത്രിയായിരിക്കെ രാജ്യത്ത് അറസ്റ്റിലാവുന്ന ആദ്യ വ്യക്തി. ഉത്തരം അരവിന്ദ് കെജ്രിവാൾ. മുഖ്യമന്ത്രിയായിരിക്കെ അറസ്റ്റിലാവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2021 IV ദാസ് പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2021 IV ദാസ് പുരസ്കാരം ലഭിച്ചത്. ഉത്തരം M. മുകുന്ദൻ. മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ലഭിച്ചത്. ഉത്തരം ഇയ്യങ്കോട് ശ്രീധരൻ. ലോക വനദിനം എന്നാണ്? ലോക വനദിനം. ഉത്തരം മാർച്ച് 21. 2024 ലോക വനദിനത്തിൻ്റെ പ്രമേയം. വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ. വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ എന്നതാണ് 2024 ലോക വനദിനത്തിൻ്റെ പ്രമേയം. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ IQ എയറിൻ്റെ 2023 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. 2023 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യ 3ാം സ്ഥാനത്ത്. 1ാം സ്ഥാനത്ത് ബംഗ്ലാദേശ്, 2ാം സ്ഥാനത്ത് പാകിസ്ഥാൻ. ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം ഡൽഹി. 2024 മാർച്ചിൽ നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത്. ഉത്തരം പൊഖാറ. 8 തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന പൊഖാറ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ലോക കാലാവസ്ഥ ദിനം എന്നാണ്? ലോക കാലാവസ്ഥ ദിനം. ഉത്തരം മാർച്ച് 23. 2024 ലോക കാലാവസ്ഥ ദിനത്തിൻ്റെ പ്രമേയം. കാലാവസ്ഥ പ്രവർത്തനത്തിൻ്റെ മുൻനിര. കാലാവസ്ഥ പ്രവർത്തനത്തിൻ്റെ മുൻനിര എന്നതാണ് 2024 ലോക കാലാവസ്ഥ ദിനത്തിൻ്റെ പ്രമേയം. 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണ്? ഉത്തരം ഇടുക്കിയിലെ വാഗമൺ. രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം. ഉത്തരം നഫീസ്.
നഫീസ്. കേരളത്തിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാണ്? ഉത്തരം 2024 ഏപ്രിൽ 26. 2024 ഏപ്രിൽ 26-നാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ. ഉത്തരം 1032. 2024 മാർച്ചിൽ ഇന്ത്യയിലെ ആദ്യ ആയുർവേദിക് കഫേ നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ഡൽഹി. കഫേയുടെ പേര് സോമ ദി ആയുർവേദിക് കിച്ചൺ. അന്താരാഷ്ട്ര നാണയനിധി 2024 പുറത്തുവിട്ട കണക്കുപ്രകാരം ലോകത്തിലെ അതിദരിദ്ര രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം. ഉത്തരം ദക്ഷിണ സുഡാൻ. ഇന്ത്യയുടെ സ്ഥാനം 63. ഈ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സമ്പന്നമായ രാജ്യം ലക്സംബർഗ്. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ 1ാമതുള്ള രാജ്യം. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ 1ാമതുള്ള രാജ്യം സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 134. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134. IPLന്റെ ഉദ്ഘാടന മത്സരത്തിന്റെ വേദിയായ MA ചിദംബരം സ്റ്റേഡിയം എവിടെയാണ്? ഉത്തരം ചെന്നൈ. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം തയ്യാറാക്കിയ 2022 ലിംഗസമത്വ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം. ഉത്തരം ഡെൻമാർക്ക്. 2ാം സ്ഥാനത്ത് നോർവേ, 3ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 108. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം തയ്യാറാക്കിയ 2022 ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 108. ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരമായ നൗസേന ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ നാവികസേനയുടെ ആസ്ഥാന മന്ദിരമായ നൗസേന ഭവൻ സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ന്യൂഡൽഹി. നൗസേന ഭവൻ ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. 2024 7ാമത് അന്താരാഷ്ട്ര സുഗന്ധവിജ്ഞാന സമ്മേളനത്തിന്റെ വേദി. ഗുഡ്ഗാവ്. ഉത്തരം ഗുഡ്ഗാവ്. തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിക്കുന്ന ഉപഗ്രഹം. ഉത്തരം ബാർട്ടോസാറ്റ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേര്. ഉത്തരം പുഷ്പക്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്. സി വിജിൽ. ഉത്തരം സി വിജിൽ. പരാതി ലഭിച്ച് 100 മിനിറ്റിനുള്ളിൽ മറുപടി ലഭിക്കുന്ന രീതിയിലാണ് സി വിജിൽ ആപ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിഥി തൊഴിലാളികളെ മലയാളം ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്. ഉത്തരം ചങ്ങാതി. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന ഇലോൺ മസ്ക് ആവിഷ്കരിച്ച വിഷൻ ചിപ്പ് പദ്ധതി. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന ഇലോൺ മസ്ക് ആവിഷ്കരിച്ച വിഷൻ ചിപ്പ് പദ്ധതി. ഉത്തരം ബ്ലൈൻഡ് സൈറ്റ്. റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എത്രാമത്തെ തവണയാണ് വ്ളാഡിമിർ പുതിൻ വിജയിക്കുന്നത്? ഉത്തരം 5ാമത് തവണ. ജോസഫ് സ്റ്റാലിനു ശേഷം ഏറ്റവും കൂടുതൽ കാലം റഷ്യയുടെ ഭരണത്തിലിരിക്കുന്ന നേതാവാണ് പുതിൻ. 2030 വരെ പുതിൻ ഭരണം തുടരും. 200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം. 200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം. ഉത്തരം മഞ്ഞുമ്മൽ ബോയ്സ്. ജന്മനാ ഹൃദയവൈകല്യമുള്ളവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ഉത്തരം ഹൃദ്യം. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികളെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. മുംബൈ
സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്? നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. ഉത്തരം പോൾ സക്കറിയ. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വ ചിത്രത്തിന്റെ പേര്. സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വ ചിത്രത്തിന്റെ പേര്. ഉത്തരം മാറ്റുലി. പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തുന്ന അജന്ത ശരത് കമൽ ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം ടേബിൾ ടെന്നീസ്. 2024 രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആര്? 2024 രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത്. ഉത്തരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ. ഉത്തരം ഡോക്ടർ എസ് ഫെയ്സി. അമേരിക്കയിലെ ഒറിഗോൺ സർവകലാശാല ആസ്ഥാനമായുള്ള വേൾഡ് അലയൻസ് ഓഫ് സയന്റിസ്റ്റാണ് പുരസ്കാരം നൽകുന്നത്. 2024 മാർച്ചിൽ പൊട്ടിത്തെറിച്ച റെയ്ക്യാനസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം. 2024 മാർച്ചിൽ പൊട്ടിത്തെറിച്ച റെയ്ക്യാനസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഉത്തരം ഐസ്ലാൻഡ്. അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഐസ്ലാൻഡിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിലെ പരമ്പരാഗത പരേഡിൽ പങ്കെടുക്കുവാൻ അനുമതി ലഭിക്കാത്ത രാജ്യങ്ങൾ. പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിലെ പരമ്പരാഗത പരേഡിൽ പങ്കെടുക്കുവാൻ അനുമതി ലഭിച്ചിട്ടില്ലാത്ത രാജ്യങ്ങൾ. ഉത്തരം റഷ്യ, ബെലാറസ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡനായ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ശ്രീനഗർ. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം. ഉത്തരം കേരളം. ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാവുന്ന ആത്മഹത്യാ പ്രവണതയെ പ്രതിരോധിക്കാൻ IMA നടപ്പിലാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതി. ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാവുന്ന ആത്മഹത്യാ പ്രവണതയെ പ്രതിരോധിക്കാൻ IMA നടപ്പിലാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതി. ഉത്തരം ഹെൽപ്പിംഗ് ഹാൻഡ്സ്. ചാറ്റ് GPT ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം. ഉത്തരം ഗ്രോക്ക്. ചാറ്റ് GPT ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഗ്രോക്ക്. ലോക ജലദിനം എന്നാണ്? ലോക ജലദിനം. ഉത്തരം മാർച്ച് 22. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം. ഉത്തരം ജലം സമാധാനത്തിന്. ജലം സമാധാനത്തിന് എന്നതാണ് 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം. ദേശീയ ജലദിനം ഏപ്രിൽ 14. ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനമാണ് ദേശീയ ജലദിനമായി ആചരിക്കുന്നത്. 2024 മാർച്ചിൽ കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൗത്യത്തിന്റെ പേര്. 2024 മാർച്ചിൽ ആഭ്യന്തര കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൗത്യത്തിന്റെ പേര്. ഉത്തരം ഓപ്പറേഷൻ ഇന്ദ്രാവതി. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം. ഉത്തരം മധുരം.